നമസ്കാരം. കോഴിക്കോട് പാളയത്ത് ക്രൂരമായി കൊല്ലപ്പെട്ട ബിജു വധക്കേസിൽ നടുക്കുന്ന വിവരങ്ങളുമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ബിജുവിന്റെ ശരീരത്തിലാകെ 45 മുറിവുകളാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ചെറിയൊരു സ്റ്റീൽ കത്തി ഉപയോഗിച്ച് കഴുത്തിന്റെ മുൻപിലും പിറകിലുമായി മാത്രം 18 ചെറുതും വലുതുമായ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിലുള്ളത്. കഴുത്തിലും വയറ്റിലുമേറ്റ കത്തി കൊണ്ടുള്ള ആഴമേറിയ കുത്തുകളാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ബിജു കൊല്ലപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടെങ്കിലും മൃതദേഹത്തിൽ കത്തികൊണ്ട് വീണ്ടും കുത്തിയും വരഞ്ഞും മുറിവുകൾ ഉണ്ടാക്കിയ കടുത്ത ക്രൂരതയാണ് അക്രമി കാട്ടിയത്. ഇത്തരം ആക്രമണ രീതി സാധാരണയായി ലഹരിക്ക് അടിമപ്പെട്ടവരുടേതാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ബിജുവിനെ ആദ്യം കഴുത്തിൽ കുത്തിയപ്പോൾ തന്നെ അദ്ദേഹം നിലത്ത് വീണിരുന്നെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കാതെ അക്രമി വീണ്ടും വയറ്റിൽ ആഞ്ഞു കുത്തുകയായിരുന്നു. മരണം പൂർണ്ണമായും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൊടും ക്രൂരത മുഴുവൻ ചെയ്തതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതേസമയം കൊല്ലപ്പെട്ട ബിജു ലഹരി മാഫിയക്കെതിരെ പ്രവർത്തിക്കുന്ന തൂഫാൻ വാരിയർ ആയിരുന്നു എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ പോലീസ് തള്ളിയിട്ടുണ്ട്. ലഹരി മാഫിയെക്കുറിച്ച് ബിജു ഒരിക്കൽ പോലും പോലീസിനോ എക്സൈസിനോ ഔദ്യോഗികമായി വിവരങ്ങൾ നൽകിയിരുന്നില്ല. എന്നാൽ ബിജു താമസിക്കുന്ന പ്രദേശത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്നതിനെതിരെ അദ്ദേഹം പലപ്പോഴും പരസ്യമായി പ്രതികരിക്കുകയും എതിർക്കുകയും ചെയ്തിരുന്നു. ഈ വ്യക്തിപരമായ വൈരാഗ്യമാണോ ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ബിജുവിന്റെ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ബിജുവിനോട് പ്രദേശത്ത് ആർക്കും വലിയ ശത്രുതയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിയും പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. എന്നാൽ ബന്ധുക്കളുടെ ഈ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ബിജുവുമായി വ്യക്തിപരമായോ അല്ലാതെയോ കടുത്ത ശത്രുതയുള്ള പ്രദേശത്തെക്കുറിച്ചും ബിജുവിന്റെ നീക്കങ്ങളെക്കുറിച്ചും കൃത്യമായി അറിയാവുന്ന ആളാണ് ഈ ക്രൂരമായ സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊലപാതകം നടന്ന വീടിന് തൊട്ടടുത്ത് CCTV ക്യാമറകൾ ലഭ്യമല്ലായിരുന്നുവെങ്കിലും അങ്ങോട്ടേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട 2 വഴികളിലും പ്രദേശത്തെ വിവിധ കടകളുടെയും ഹോട്ടലുകളുടെയും CCTVകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് ഈ ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചുവെങ്കിലും സംശയാസ്പദമായ രീതിയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ 2 പ്രധാന വഴികൾ കൂടാതെ ബിജുവിന്റെ വീട്ടിലേക്ക് എത്തുവാൻ മറ്റ് ചില ഇടവഴികൾ കൂടിയുണ്ട്. അക്രമി കൃത്യമായ പ്ലാനിങ്ങോടെയും തയ്യാറെടുപ്പുകളോടെയും CCTV ക്യാമറകളുള്ള പ്രധാന വഴികൾ പൂർണ്ണമായും ഒഴിവാക്കി ഈ രഹസ്യ വഴികളിലൂടെ ആയിരിക്കാം എത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊലപാതകത്തിന് ശേഷം തിരികെ അതേ രഹസ്യ വഴിയിലൂടെ തന്നെ അക്രമി രക്ഷപ്പെടുകയും ചെയ്തു. സംഭവത്തിൽ കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. എന്തായാലും കോഴിക്കോട് പാളയത്ത് ക്രൂരമായി കൊല്ലപ്പെട്ട ബിജുവിന്റെ കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി നടുക്കുന്ന വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ബിജുവിന്റെ ശരീരത്തിലാകെ 45 മുറിവുകളാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നത്. ചെറിയൊരു സ്റ്റീൽ കത്തി ഉപയോഗിച്ച് കഴുത്തിന്റെ മുൻപിലും പിറകിലുമായി മാത്രം 18 ചെറുതും വലുതുമായ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴുത്തിലും വയറ്റിലുമേറ്റ കത്തി കൊണ്ടുള്ള ആഴമേറിയ കുത്തുകളാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ബിജു മരണപ്പെട്ടു എന്ന് വ്യക്തമായി എങ്കിൽ പോലും അക്രമി വീണ്ടും ആഞ്ഞുകുത്തിയതിന്റെ ലക്ഷണങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്.